നമസ്കാരം. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ധന്വന്തിരി ക്ഷേത്രത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിലുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രവും അതിനടുത്തായിട്ടുള്ള ഫാർമസി, അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം. ധന്വന്തിരി ക്ഷേത്രത്താൽ പവിത്രമാക്കപ്പെട്ടിരിക്കുന്ന ആര്യവൈദ്യ ചികിത്സാലയം. ഈ ചികിത്സാലയത്തിലെ രോഗികൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകുന്ന ധന്വന്തിരി മൂർത്തി. ഏകദേശം 4 അടിയോളം ഉയരമുള്ള ധന്വന്തിരി വിഗ്രഹമാണ് ഇവിടെ. ആയുർവേദത്തിൽ അതിവിശിഷ്ടമായ സ്ഥാനമാണ് ധന്വന്തിരി മൂർത്തിക്കുള്ളത്. എണ്ണയഭിഷേകവും ധന്വന്തിരി ഹോമവും ആയുർ സൂക്ത പുഷ്പാഞ്ജലിയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഇതിൽ ധന്വന്തിരി ഹോമം നടത്തുന്നത് തമിഴ് ശൈലിയിലും മറ്റു പൂജകൾ കേരള ശൈലിയിലുമാണ്. ഹനുമാൻ, അയ്യപ്പൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, നവഗ്രഹങ്ങൾ, സർപ്പം ഇവരൊക്കെയാണ് ഉപദേവതകൾ. ചികിത്സാലയവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നു. ആയുർവേദ രംഗത്തെ പ്രഗത്ഭനായിരുന്ന ശ്രീ രാമവാര്യരാണ് ചികിത്സാലയത്തിന്റെ സ്ഥാപകൻ. ചികിത്സാലയത്തോട് ചേർന്ന് ധന്വന്തിരി ക്ഷേത്രം പണിയണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരാഗ്രഹമായിരുന്നു. ശ്രീ രാമവാര്യരുടെ മകൻ ശ്രീ കൃഷ്ണകുമാറാണ് ഈ ആശുപത്രിയെയും ക്ഷേത്രത്തെയും ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർത്തിയത്. ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാന പങ്ക് വഹിച്ചയാളാണ് ശ്രീ കൃഷ്ണകുമാർജി. ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഷിർദി ബാബയുടെ ഒരു ക്ഷേത്രവുമുണ്ട്. എൻ്റെ പേര് അച്യുതൻ എന്നാണ്. ഞാൻ ഈ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്ന രാമവാര്യർ ആരംഭിച്ച ഈ ധന്വന്തിരി അമ്പലം 76 ഇവിടെ തുടങ്ങി. അത് അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിയായിരുന്നു ധന്വന്തിരി മൂർത്തി. അങ്ങനെ അദ്ദേഹം ഈ അമ്പലം പ്രതിഷ്ഠിച്ച് ഇപ്പോൾ ഒരു 48 വർഷമായി. ഈ ധന്വന്തിരിയെ ഉപാസിക്കുന്ന ആളുകൾക്കെല്ലാം അസുഖങ്ങൾ ഭേദമാക്കി കൊടുക്കുന്ന ഒരു ശക്തി ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിനെ സേവിക്കാൻ, ദർശിക്കാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ വരുന്നുണ്ട്.
ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.